വന്നതോടെ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ആടിവേടൻ തെയ്യങ്ങൾ ഗ്രാമസഞ്ചാരം തുടങ്ങി. കർക്കിടക മാസത്തിലെ ആദ്യ വ്യാധികൾ അകറ്റുന്നതിനെയാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. നാട്ടിട വഴികളിലെ മനോഹരമായ കാഴ്ച കാണാം. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികളകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ നാട്ടിട വഴികളിലൂടെ വീടുകളിലേക്ക് സഞ്ചാരം തുടങ്ങി. ചുണ്ടിൽ ഗുണം വരുത്തണേ എന്ന മന്ത്രവുമായി ഓരോ വീടുകളിലും ആടിവേടൻ ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെക്കുന്നു. ഐതിഹ്യത്തിൽ അർജുന തപസ് പരീക്ഷിക്കാനെത്തിയ ശിവപാർവതിമാരുടെ സങ്കല്പമാണ് ആടിവേടൻ തെയ്യം. കർക്കിടകത്തിൽ പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദോഷങ്ങളെ അകറ്റുവാനായാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. ഇപ്പോൾ വേടന്തയത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് എല്ലാ തെയ്യത്തിനും നമ്മളൊരു ഗുരുക്കന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ 21 ഗുരുക്കന്മാരെ സങ്കല്പിച്ചിട്ടില്ല. തലപ്പാളി എന്ന് പറഞ്ഞത് അതെല്ലാ തെയ്യത്തിനും ഉണ്ട്. അതുപോലെ ഇതൊരു തെയ്യമായതുകൊണ്ട് ശിരസിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഗുരുക്കന്മാരെയും ആവാഹിച്ചിട്ട് ശിരസിൽ കിട്ടുന്നുണ്ട്. പിന്നെ തലമുടിയിൽ ജട, തിരുജട, ശിവൻ്റെ ജടയുടെ സങ്കല്പമാണ് മുടി നമ്മൾ കിട്ടുന്നത്. പിന്നെ മാറിൽ അങ്കിയാറ് എന്ന് പറയും. പിന്നെ അരയിൽ കാണി ചോപ്പ്, കൈക്കൂട്, വള, ചൂടകം, കൈത്തണ്ട, പൗവം എന്ന് പറയും, കാത്, അങ്ങനെയുള്ള വേഷങ്ങളാണ് ഇപ്പോൾ വേടരൂപത്തിൽ നമ്മൾ ഈ തെയ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വീടുകളിലെത്തിയാൽ വീട്ടുകാരുടെ അനുവാദം തേടിയ ശേഷമാണ് തെയ്യങ്ങൾ ചുവടുവെക്കുന്നത്. ചുവടുവെച്ചു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ ഗുരുതിയൊഴിഞ്ഞ് മറിക്കും. തുടർന്ന് വീട്ടുകാർ നൽകുന്ന ദക്ഷിണ സ്വീകരിച്ച് കുട്ടിത്തെയ്യം പടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, രാജപുരം.